ഇവര് നാട്ടിലെത്തിയ വിവരം പറഞ്ഞ് സാംകുട്ടിയുടെ അപ്പൻ പെണ്ണിന്റെ വീട്ടുകാരുടെ പേരിൽ ഒരു ക്രിമിനൽ കേസും ഫയൽ ചെയ്തേച്ച് ഡൽഹിയിൽ നിന്നൊക്കെ വിളിച്ചു പറയിപ്പിച്ച് ഇവിടുത്തെ പോലീസുകാരെ എവരുടെ പുറകെ ഇളക്കി വിട്ടിരിക്കുക. എന്നിട്ട് എന്നതാ, ഞാൻ വെളുപ്പിന് പട്ടി കുരയ്ക്കുന്ന കേട്ട് വരാന്തയിൽ ഇറങ്ങി നോക്കുമ്പോൾ പെണ്ണും ചെറുക്കനും എൻ്റെ മുറ്റത്ത് നിപ്പുണ്ട്. നിങ്ങൾ നേരെ പാലായി ചെന്ന് സണ്ണി വക്കീലിനെ കണ്ടാൽ മതി, എല്ലാം ചെയ്തു തരും എന്നാ യോഹന്നാൻ സാർ ഫോണിൽ കൂടി ചെറുക്കനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാലും എന്നായൊക്കെ പറഞ്ഞാലും റൂഹാദ കുതിശ തമ്പുരാൻ അറിവ് കൊടുത്തൊരു ചെറുക്കൻ ഒരു പെണ്ണിനെയും കൊണ്ട് അത് ഒറ്റയ്ക്ക്. എടാ ജോയി, ഇത്രയൊക്കെ ആക്കിയിട്ട് നീയും കൂടെ കൈയൊഴിഞ്ഞ പിന്നെ അവരെയും കൊണ്ട് ഞാനിനി എന്നാ ചെയ്യും? എനിക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ആകാനുള്ള ഫയല് ആ യോഹന്നാൻ സാറിന്റെ മേശപ്പുറത്ത് കിടക്കുകയും ചെയ്യുക. നീ വിഷമിക്കാതെ സണ്ണി, നിനക്ക് ഞാനുണ്ടാ. ഇതിപ്പോൾ ഈ പിള്ളേർ തലയും മാലും ഇല്ലാതെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടായി രാത്രി തന്നെ നിന്നെ ഞാൻ വിളിച്ച് വരുത്തിയത്. ഇപ്പം കാര്യങ്ങളൊക്കെ ഏതാണ്ട് മൊത്തമായിട്ട് എനിക്ക് തിരിഞ്ഞു കിട്ടി. ഇനിയിപ്പം വരുന്നിടത്ത് വെച്ച് കാണാം, നമുക്ക് നോക്കാം. നേരെ ഏതാണ്ട് പുലരാറായി, നീ വേഗം വിട്ടോ, അല്ലെങ്കിൽ കൊച്ചിറാണി എഴുന്നേറ്റ് ഇപ്പം നിന്നത്രയ്ക്ക് ഇറങ്ങിക്കളയും. ചെല്ല്. നീയാണടാ യഥാർത്ഥ ഫ്രണ്ട്. If the spirit of the Lord is in my soul, like David the sinner I will pray. If the spirit of the Lord is in my soul, like David the sinner I will pray. I will pray, I will pray, like David the sinner I will pray. I will pray, I will pray, like David the sinner I will pray. If the spirit of the Lord is in my soul, like David the shepherd I will sing. I will sing, like Good morning, Uncle. Praise the Lord, ചേട്ടാ. ഗുഡ് മോർണിംഗ് ആൻഡ് പ്രൈസ് ദ ലോർഡ് ഫ്രണ്ട്സ്. വലിയ കൂട്ടായാലോ ചേട്ടൻ ചേച്ചിയൊക്കെ ആയിട്ട്. ഇവരൊക്കെ ആരാന്നറിയാവോ? ഓ, അപ്പൊ നിങ്ങളെല്ലാം അറിഞ്ഞല്ലേ? വാ, നീ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്, അതൊക്കെ പപ്പ പറഞ്ഞാലേ അവർ കേൾക്കണ്ട. നിങ്ങൾ സ്വല്പം ഒളിവിലായതുകൊണ്ടേ ശബ്ദം കുറച്ച് കുറയ്ക്കുന്നതാണ് നല്ലത്. ആ കഥ ഒന്ന് ചാരിയേക്ക്. ഡൽഹിയിലെ കറിയാച്ചനങ്ങളുടെ ഫ്രണ്ടായ ചെറിയാനങ്ങളുടെ മോളായി ആനി ചേച്ചി. ആനി ചേച്ചിയെ കെട്ടാൻ പോകുന്ന ചെറുക്കനാ സാങ്കുട്ടിച്ചേട്ടൻ. ചെറിയാനങ്ങൾ സാങ്കുട്ടിച്ചേട്ടന് ഇഷ്ടമൊക്കെയാ, പക്ഷേ ഒരു കാര്യമുണ്ട്, ചെറിയ റിസ്ക്കുള്ള കാര്യമാ. എന്നതാണെന്നറിയാമോ? ഇവർ രണ്ടുപേരും ഒരു പന്തയത്തിൽ ജയിക്കണം, എന്നാലേ ചെറിയാനങ്ങൾ ഇവരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കത്തുള്ളൂ. അതിനായിട്ട് ചെറിയാനങ്ങളും ഇവരും ചേർന്ന് ഒളിച്ചേ കണ്ടേന്നൊരു കളി കളിക്കുക. ആ, മൈ ഗുഡ് ഗേൾ. കളിയിൽ ജയിച്ച ഇവർ രണ്ടുപേരെയും കല്യാണവും കഴിപ്പിച്ചു കൊടുക്കും, ഒരു BMW കാറും മേടിച്ചു കൊടുക്കും. അതാ കരാർ. തോറ്റാലോ കല്യാണവും ഇല്ല, കാറും ഇല്ല. അപ്പം നമുക്ക് ഇവരെ ജയിപ്പിക്കണ്ടായോ? അങ്ങനെ അന്നേ അവരെ ജയിപ്പിക്കാൻ വേണ്ടി അവർ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന കാര്യം നമ്മൾ ആരോടും പറയരുത്. ചുമ്മാ പറഞ്ഞാ പോരാ, പപ്പായുടെ തലത്തോട്ട് സത്യം ചെയ്യും. സത്യം ഞങ്ങൾ ആരോടും പറയത്തില്ല.